ശിവബാലകനെ, മായാരൂപനെ, കൺകണ്ട ദൈവമേ വിഷ്ണുമായി, തിരിതെളിയുന്നീ വേദിയിൽ നിറസാന്നിധ്യമായി വന്നെത്തണേ നാഥ. കനിവോട് നീ വിഘ്നങ്ങൾ മാറ്റുവാൻ, വിജയം വരിക്കുവാൻ കൂടെയുണ്ടാകണേ ചാത്തൻ സ്വാമിയെ. ഓം ശ്രീ വിഷ്ണുമായ സ്വാമിയെ നമഃ. നമസ്കാരം. ഈ ലോകത്ത് കണ്ണിന് കാണാൻ കഴിയാത്ത, എന്നാൽ മനസ്സുകൊണ്ട് മാത്രം അനുഭവിക്കാൻ കഴിയുന്ന ചില ശക്തികളുണ്ട്. അതിലേറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ട, എന്നാൽ അത്രയേറെ ശക്തിയുള്ള ഒരു പേരാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ചാത്തൻ അല്ലെങ്കിൽ വിഷ്ണുമായ. കേരളത്തിലെ നാട്ടിൻപുറങ്ങളിൽ സന്ധ്യാസമയങ്ങളിൽ മുത്തശ്ശിമാർ കഥ പറയുമ്പോൾ പലപ്പോഴും ഭയത്തോടെയും ഭക്തിയോടെയും ഉച്ചരിക്കുന്ന പേര്. ചാത്തൻ സേവ എന്ന് കേൾക്കുമ്പോൾ തന്നെ പലരുടെയും മനസ്സിലേക്ക് ഓടിയെത്തുന്നതെന്താണ്? ഭയം, ദുർമന്ത്രവാദം, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ ചെയ്യുന്ന എന്തോ ബ്ലാക്ക് മാജിക് ക്രിയകൾ അല്ലേ? പക്ഷേ നിൽക്കൂ, നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നതെല്ലാം സത്യമാണോ? യഥാർത്ഥത്തിൽ ചാത്തൻ സേവ എന്നത് ബ്ലാക്ക് മാജിക് ആണോ? അതോ നമ്മുടെ കുടുംബത്തെ കാത്തുരക്ഷിക്കുന്ന കലിയുഗത്തിലെ പ്രത്യക്ഷ ദൈവമാണോ ശ്രീ വിഷ്ണുമായ? ഇനി നമുക്ക് ആ ചോദ്യത്തിലേക്ക് വരാം. ഇത് ബ്ലാക്ക് മാജിക് ആണോ? പലരും സിനിമകളിലും സീരിയലുകളിലും കണ്ട് തെറ്റിദ്ധരിച്ചിരിക്കുന്നത് കോഴിവെട്ടും മദ്യവുമൊക്കെയായി ശത്രുക്കളെ നശിപ്പിക്കാൻ ചെയ്യുന്ന പൂജയാണ് ചാത്തൻ സേവ എന്നാണ്. എന്നാൽ സത്യം അതല്ല. യഥാർത്ഥ വിഷ്ണുമായ ക്ഷേത്രങ്ങളിൽ, പെരിങ്ങോട്ടുകര, കാനാടി തുടങ്ങിയ പുണ്യസങ്കേതങ്ങളിൽ ചെന്നു നോക്കൂ. അവിടെ നടക്കുന്നത് ദുർമന്ത്രവാദമല്ല. അവിടെ നടക്കുന്നത് ധർമ്മത്തിൻ്റെ സംരക്ഷണമാണ്. ദുരിതങ്ങളിൽ പെട്ടുഴലുന്നവർക്ക്, ശത്രുദോഷം കൊണ്ട് വലയുന്നവർക്ക്, കുടുംബത്തിൽ സമാധാനമില്ലാത്തവർക്ക് ഒരു ആശ്രയമായാണ് സ്വാമി കുടികൊള്ളുന്നത്. ബ്ലാക്ക് മാജിക് അല്ലെങ്കിൽ ദുർമന്ത്രവാദം എന്നത് മറ്റുള്ളവരെ നശിപ്പിക്കാൻ ചെയ്യുന്നതാണ്. എന്നാൽ ചാത്തൻ സേവ എന്നത് ആപത്തിൽ നിന്നുള്ള സംരക്ഷണമാണ്. ഒരു ഉദാഹരണം പറയാം. ഒരാൾ നിങ്ങളെ അകാരണമായി ഉപദ്രവിക്കുന്നു എന്ന് കരുതുക. നിങ്ങൾ വിഷ്ണുമായ സ്വാമിയെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. സ്വാമി ആ ശത്രുവിനെ തടയുന്നു. നിങ്ങളുടെ കുടുംബത്തിന് ചുറ്റും ഒരു കവചം തീർക്കുന്നു. ഇത് ബ്ലാക്ക് മാജിക് ആണോ? അല്ല. ഇത് കർമ്മഫലമാണ്. ഇത് സംരക്ഷണമാണ്. കലിയുഗത്തിൽ ക്ഷിപ്രപ്രസാദിയാണ് വിഷ്ണുമായ സ്വാമി എന്ന് പറയപ്പെടുന്നു. എന്നുവെച്ചാൽ വേഗത്തിൽ ഫലം നൽകുന്ന ദൈവം. ആരെങ്കിലും നിഷ്കളങ്കമായി എൻ്റെ സ്വാമിയെ എന്ന് വിളിച്ചു കരഞ്ഞാൽ ആ നിമിഷം അവിടെ എത്തുന്ന ശക്തിയാണ് വിഷ്ണുമായ. അതുകൊണ്ട് ചാത്തൻ സേവയെ ഭയപ്പെടേണ്ടതില്ല. പക്ഷേ ഒരു മുന്നറിയിപ്പുണ്ട്, ശ്രദ്ധിക്കുക. ഇന്ന് പലയിടത്തും ഈ പേര് ദുരുപയോഗം ചെയ്യുന്നവരുണ്ട്. പണത്തിനു വേണ്ടി ഭയപ്പെടുത്തി പൂജകൾ ചെയ്യിക്കുന്നവർ. അവരെയാണ് നിങ്ങൾ ഭയക്കേണ്ടത്. യഥാർത്ഥ ഭക്തിക്ക് പണത്തിലല്ല കാര്യം, നിങ്ങളുടെ മനസ്സിലാണ്. നിങ്ങൾ വീട്ടിലിരുന്ന് ശുദ്ധമായ മനസ്സോടെ വിഷ്ണുമായ മന്ത്രം ജപിച്ചാൽ പോലും സ്വാമി പ്രസന്നനാകും. ഓം ശ്രീ വിഷ്ണുമായ നമഃ. ഈ നാമത്തിൽ അടങ്ങിയിരിക്കുന്ന ശക്തി അനുഭവിച്ചവർക്കേ അറിയൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇനിയെങ്കിലും ചാത്തൻ സേവ എന്ന് കേൾക്കുമ്പോൾ അതൊരു ദുർമന്ത്രവാദമാണെന്ന് വിചാരിക്കരുത്. അത് ശിവവൈഷ്ണവ ചൈതന്യങ്ങളുടെ അത്ഭുതകരമായ ലയനമാണ്. ധർമ്മത്തിന് നിരക്കാത്തത് ചെയ്യുന്നവർക്ക് ചാത്തൻ പേടിസ്വപ്നമാണ്. എന്നാൽ ധർമ്മത്തോട് ജീവിക്കുന്നവർക്ക് ചാത്തൻ സ്വന്തം സഹോദരനെ പോലെ, കാവൽക്കാരനെ പോലെ കൂടെയുണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ? ആരും സഹായിക്കാനില്ല എന്ന് തോന്നുന്നുണ്ടോ? എങ്കിൽ മനമുരുകി ആ സ്വാമിയെ ഒന്ന് വിളിച്ചു നോക്കൂ. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വഴിതൊള്ളിക്കാൻ ആ കൈകൾ അവിടെയുണ്ടാകും. ഈ അറിവ് നിങ്ങൾക്ക് പുതിയൊരു വെളിച്ചം നൽകി എന്ന് വിശ്വസിക്കുന്നു. വിഷ്ണുമായ സ്വാമിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ സ്വാമിയുടെ അനുഗ്രഹത്തിനായി കമന്റ് ബോക്സിൽ ഓം ശ്രീ വിഷ്ണുമായ നമഃ എന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. കൂടുതൽ ആത്മാത്മീയ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി,
നമസ്കാരം. ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമിയുടെ അനുഗ്രഹം ഏവർക്കും ഉണ്ടാകട്ടെ.